ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ ഇറങ്ങിയ ഒരു മികച്ച പൊളിറ്റിക്കൽ ഡ്രാമയും ത്രില്ലറുമായ രാജരികം എന്ന സിനിമയുടെ കഥയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിനിമയുടെ കഥയുടെ വിവരണം വേണമെങ്കിൽ ആ സിനിമയുടെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രായലസീമയിലെ രാച്ചകൊണ്ട എന്ന ഗ്രാമത്തിലെ രാജറെഡ്ഡി എന്ന രാഷ്ട്രീയക്കാരനെ കാണിക്കുന്നു. ഒരു ദിവസം രാത്രി രാജറെഡ്ഡി വളരെ സന്തോഷത്തോടെ മദ്യപിച്ച് തൻ്റെ ഭാര്യ സഹോദരനോടും ആളുകളോടും സംസാരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയായിരുന്നു. ഭാര്യ പ്രസവവേദനയാൽ പുളയുമ്പോൾ രാജറെഡ്ഡി മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന്, "അച്ഛാ, അങ്ങ് തന്നെ എൻ്റെ മകനായി വീണ്ടും ജനിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം സഫലമാക്കണം" എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ശേഷം വീണ്ടും ആളുകളുടെ അടുത്തേക്ക് വന്ന് മദ്യപാനം തുടർന്നു. ഇതിനിടയിൽ രാജറെഡ്ഡിയുടെ ഭാര്യയ്ക്ക് വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രസവമെടുക്കുന്ന സ്ത്രീ രാജറെഡ്ഡിയുടെ അടുത്തേക്ക് വന്ന്, "അയ്യ, അമ്മയ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്" എന്ന് പലതവണ പറഞ്ഞിട്ടും രാജറെഡ്ഡി ഇതൊന്നും ശ്രദ്ധിക്കാതെ, "ഒന്നും പേടിക്കണ്ട, എൻ്റെ ഭാര്യയുടെ വയറ്റിലുള്ളത് എൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിന് ഒരു ആപത്തും വരില്ല, സുരക്ഷിതമായി പുറത്തു വരും" എന്ന് പറഞ്ഞു. അധികം വൈകാതെ രാജറെഡ്ഡിയുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ കുഞ്ഞിനെ കണ്ടയുടൻ രാജറെഡ്ഡിയുടെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ഭയന്നുപോയി. കാരണം രാജറെഡ്ഡി ആഗ്രഹിച്ചതുപോലെ ആൺകുഞ്ഞായിരുന്നില്ല, പെൺകുഞ്ഞായിരുന്നു ജനിച്ചത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എൻ്റെ അച്ഛൻ ജനിച്ചു എന്ന് സന്തോഷത്തോടെ അകത്തേക്ക് വന്ന രാജറെഡ്ഡി പെൺകുഞ്ഞിനെ കണ്ട് ഞെട്ടിപ്പോയി. ദേഷ്യം കൊണ്ട് വിറച്ചു. പ്രസവമെടുത്ത സ്ത്രീകളോട് നെന്മണി കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ തൊണ്ടയിലിട്ട് എപ്പോഴത്തെയും പോലെ കൊല്ലാൻ പറഞ്ഞു. ഇവിടെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഇതിനു മുമ്പും രാജറെഡ്ഡിക്ക് 2-3 തവണ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തനിക്ക് ആൺകുഞ്ഞു വേണമെന്ന വാശിയിൽ നെന്മണിയിട്ട് അവരെ കൊന്നുകളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണയും പെൺകുഞ്ഞു ജനിച്ചപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് രാജറെഡ്ഡിയുടെ ഭാര്യയും ആ സ്ത്രീകളും ഭയന്നുപോയത്. രാജറെഡ്ഡിയുടെ ഭാര്യ തങ്ങളുടെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് എത്ര യാചിച്ചിട്ടും രാജറെഡ്ഡി ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ തുനിഞ്ഞു. എന്നാൽ അതേസമയം രാജറെഡ്ഡിയുടെ ഭാര്യയുടെ സഹോദരൻ വന്ന്, "അളിയ, പാർട്ടി ടിക്കറ്റ് നിങ്ങൾക്ക് തന്നെ ഉറപ്പിച്ചു, അവർ വീണ്ടും വിളിക്കും" എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജറെഡ്ഡിക്ക് വലിയ സന്തോഷമായി. ഇത് കേട്ട് രാജറെഡ്ഡിയുടെ ഭാര്യ, "കണ്ടില്ലേ, ഈ പെൺകുഞ്ഞ് നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയാണ്. അവൾ ജനിച്ച ഉടനെ നിങ്ങൾക്ക് പാർട്ടി ടിക്കറ്റ് കിട്ടി. നല്ലത് സംഭവിച്ചു. അവളെ കൊണ്ട് ഭാവിയിലും ഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് അവളെ കൊല്ലരുത്" എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് രാജറെഡ്ഡിയും ആലോചിച്ചു, "അവൾ ജനിച്ചതുകൊണ്ടാണ് എനിക്ക് നല്ലത് സംഭവിച്ചത്. അതുകൊണ്ട് കൊല്ലുന്നില്ല. പക്ഷേ ഇവളെ എൻ്റെ കൺമുന്നിൽ കാണരുത്. വീട്ടിൽ നിങ്ങളെപ്പോലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടണം" എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. സീൻ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാജറെഡ്ഡി തൻ്റെ ആളുകളോടൊപ്പം പാർട്ടി ഓഫീസിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവായ ഭീമരാജറെഡ്ഡിയുടെ അടുത്തേക്ക് വന്ന്, "നിങ്ങളുടെ പാർട്ടിക്കാർക്ക് തലയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഒരു സർപഞ്ചായ നിനക്ക് MLA ടിക്കറ്റ് തന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്നെപ്പോലുള്ള 100 സർപഞ്ചുമാർ എൻ്റെ നിയന്ത്രണത്തിലാണ്. നീയൊന്നും ഒരിക്കലും MLA ആകില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല" എന്ന് പറഞ്ഞു. അതിന് രാജറെഡ്ഡി, "എൻ്റെ ശക്തി എന്താണെന്ന് ഇലക്ഷനിൽ കാണാമല്ലോ" എന്ന് മറുപടി നൽകി. അപ്പോൾ ഭീമ, "നിന്റെ ശക്തി നിന്റെ ഭാര്യയുടെ അടുത്ത് കാണിച്ചാൽ മതി. നിനക്ക് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ. പെൺകുഞ്ഞ് ജനിച്ചാൽ നെന്മണിയിട്ട് കൊല്ലുന്നതല്ലേ നിന്റെ ശക്തി" എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇത് കേട്ട് രാജറെഡ്ഡിക്ക് കടുത്ത ദേഷ്യം വന്നു. രാജറെഡ്ഡിയുടെ ആളായ ഭാർഗവയ്ക്കും ദേഷ്യം വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഭീമയുടെ കൈവെട്ടി. ഇത് കണ്ട രാജറെഡ്ഡി പുറമേ ദുഃഖം അഭിനയിച്ചെങ്കിലും ഉള്ളിൽ സന്തോഷിച്ചു. പോലീസ് ഭാർഗവയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെങ്കിലും രാജറെഡ്ഡി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭാർഗവയെ ജാമ്യത്തിൽ പുറത്തിറക്കി. ഇവിടെയുള്ള ട്വിസ്റ്റ് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഭീമയുടെ കൈവെട്ടാൻ ഭാർഗവയോട് പറഞ്ഞതും ഈ പ്ലാൻ മുഴുവൻ തയ്യാറാക്കിയതും രാജറെഡ്ഡി തന്നെയായിരുന്നു. അടുത്ത സീനിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭീമ അല്പം സുഖം പ്രാപിച്ചതിനു ശേഷം രാജറെഡ്ഡിയെ കാണാൻ വീട്ടിലേക്ക് വന്നു. തന്റെ മുറിഞ്ഞുപോയ കൈ നോക്കി വേദനയോടെ, "എനിക്ക് ആ ഭാർഗവയോട് പ്രതികാരം ചെയ്യണം. എന്റെ പ്രതികാരം വിട്ട് നീ സഹായിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നീ MLA ആയി ജയിക്കാൻ എല്ലാ സഹായവും ഞാൻ ചെയ്യാം. എന്റെ കൈ വെട്ടി രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച ആ ഭാർഗവയെ ഇല്ലാതാക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല" എന്ന് പറഞ്ഞ് വികാരധീനനായി. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായ ഭീമയും ഭാർഗവയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭാർഗവ ഭീമയുടെ കൈ വെട്ടിയതോടെ ആ ശത്രുത വർദ്ധിച്ചു. ഭീമ പറഞ്ഞതെല്ലാം കേട്ട രാജറെഡ്ഡി വർഷങ്ങളായി തന്റെ കൂടെ വിശ്വസ്തനായി ജോലി ചെയ്യുകയും തനിക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായ ഭാർഗവയുടെ ജീവൻ ഒരു രാഷ്ട്രീയക്കാരനായി ചിന്തിച്ച് ഭീമയുടെ ഡീലിന് പണയം വെച്ചു. ഭാർഗവയെ കൊല്ലാൻ സഹായിക്കാമെന്ന് വാക്ക് നൽകി. പിന്നീട് ഒരു ദിവസം പ്ലാൻ അനുസരിച്ച് ഭാർഗവ തന്റെ ഭാര്യയും മകനുമായി തനിച്ചു പോകുമ്പോൾ ഭീമയ്ക്ക് വിവരം നൽകി. ഭീമ തന്റെ ആളുകളായി വന്ന് അവരെ ആക്രമിച്ച് ഭാർഗവയെ ക്രൂരമായി വെട്ടിക്കൊന്നു. ഈ ആക്രമണത്തിൽ ഭാർഗവയുടെ ഭാര്യയ്ക്കും മകനും പരിക്കേറ്റു. ഇതെല്ലാം കണ്ട ഭാർഗവയുടെ മകൻ 5-ാം വയസ്സിൽ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായി കത്തിയെടുത്തു. എന്നാൽ ഇതൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് അമ്മാവനെ അതിൽ നിന്നെല്ലാം അകറ്റി വളർത്താൻ തീരുമാനിച്ചു. മറുവശത്ത് ഭാർഗവയെ കൊല്ലാൻ ഭീമയെ സഹായിച്ച രാജറെഡ്ഡി ഇപ്പോൾ ഭാർഗവയുടെ മരണത്തെയും മുതലെടുത്തു.
ഭാർഗവയെ കൊന്നത് പ്രതിപക്ഷ നേതാവായ ഭീമയാണെന്ന് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ അറിയിച്ച് ഭീമയെ ജനങ്ങളുടെ മുന്നിൽ വില്ലനാക്കി. പിന്നീട് തന്റെ ആളുകളെ ഉപയോഗിച്ച് ഭീമയെയും കൊലപ്പെടുത്തി. ജനങ്ങളുടെ സഹതാപം നേടി തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ച് MLA ആയി വിജയിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയാകാൻ ശ്രമം തുടങ്ങി. ഇതിനിടയിൽ രാജറെഡ്ഡി ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു മകനും ജനിച്ചു. രാജറെഡ്ഡി മകനെ ഉന്നത പഠനത്തിനായി വിദേശത്ത് അയച്ച് അവൻ ആഗ്രഹിച്ചതെല്ലാം നേടിക്കൊടുത്തു. എന്നാൽ തന്റെ മകൾ ഭാർഗവിയോട് ഒരു സ്നേഹവും കാണിക്കാതെ അവൾ വലുതായപ്പോൾ അടുത്ത ജില്ലയിലെ പ്രശസ്തനും സ്വാധീനമുള്ളവനുമായ വീര എന്ന വ്യക്തിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ വീര ഒരു രാക്ഷസനായിരുന്നു. അടുത്ത ജില്ലയിലും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനായി മകൾ ഭാർഗവിയുടെ ഇഷ്ടം നോക്കാതെ അവളെ ബലിയാടാക്കി വീരയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ രാജറെഡ്ഡി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ വീരയെ കാണിക്കുന്നു. ഒരു ദിവസം രാച്ചക്കൊണ്ടയുടെ പ്രദേശത്ത് നിന്ന് ഒരു ഉത്സവം നടക്കുമ്പോൾ വീര തന്റെ ആളുകളുമായി അവിടേക്ക് വന്നു. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട വീര ഒട്ടും ആലോചിക്കാതെ അവളെ ബലമായി ഗ്രാമത്തിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം മരത്തിൽ കെട്ടിത്തൂക്കി അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ ഈ വിവരം ഗ്രാമവാസികൾ അറിഞ്ഞ് അവിടെ എത്തി ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട് ദുഃഖിച്ചു. പോലീസും സ്ഥലത്തെത്തി. അവിടെയുള്ള എല്ലാവർക്കും അത് വീരയുടെ പ്രവൃത്തിയാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ ആ രാക്ഷസനെതിരെ സാക്ഷി പറഞ്ഞാൽ തങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാകുമെന്ന് ഭയന്ന് എല്ലാവരും നിശബ്ദരായി. ഈ വിവരം രാജറെഡ്ഡി അറിഞ്ഞയുടൻ ഭാർഗവിയെ വിളിച്ച് ദേഷ്യപ്പെട്ടു. നിന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഉടനെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിനക്ക് നിന്റെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? ഇന്ന് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു അത്രേ. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം എനിക്ക് ചീത്തപ്പേരുണ്ടാകുന്നു എന്ന് ഭാർഗവിയോട് കയർത്തു. അതിന് ഭാർഗവി, എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മരുമോനോട് പറയേ എന്ന് പറഞ്ഞപ്പോൾ രാജറെഡ്ഡി കോള് കട്ട് ചെയ്തു. സത്യത്തിൽ രാജറെഡ്ഡിക്കും വീരയെ ഭയമായിരുന്നു. വീരയോട് ധൈര്യമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഭാർഗവി മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണമായവൻ ആരായാലും ദൈവമാണ് ശിക്ഷ നൽകും എന്ന് പറഞ്ഞ് കുറച്ച് പണം നൽകി അവിടെ നിന്നും മടങ്ങി. ഇവിടെയാണ് ഭാർഗവിക്ക് തന്റെ ഭർത്താവായ വീരയെ ഒട്ടും ഇഷ്ടമല്ലെന്ന് വ്യക്തമാവുന്നത്. അടുത്ത സീനിൽ നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ശിവയെ കാണിക്കുന്നു. ശിവ ചെറിയ സിനിമകളിൽ നായകനായി അഭിനയിക്കുമായിരുന്നു. ഭാർഗവിയും ഒരു കാലത്ത് സിനിമയിൽ നായികയായി അഭിനയിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള പരിചയം പ്രണയമായി മാറിയത്. ഒരു ദിവസം ഭാർഗവി ശിവയെ കണ്ട്, എനിക്കിനി എന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിയില്ല, അയാൾ ഒരു രാക്ഷസനാണ് എന്ന് പറഞ്ഞ് ശിവയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്റെ ഭർത്താവും അച്ഛനും ചെയ്യുന്ന അനീതികൾക്ക് ഒരു അറ്റവുമില്ല. ജനങ്ങൾ അവർ കാരണം കഷ്ടപ്പെടുകയാണ്. വിദേശത്ത് പഠിക്കാൻ പോയ എൻ്റെ സഹോദരൻ വിവേകെങ്കിലും നല്ലവനായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ അവൻ തിരിച്ചു വന്നപ്പോഴാണ് അവനെക്കുറിച്ച് മനസ്സിലായത്. അവനും എൻ്റെ അച്ഛനെയും ഭർത്താവിനെയും പോലെയാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായി അവൻ അച്ഛനോടൊപ്പം ചെയ്യാത്ത ക്രൂരതകളില്ല എന്നവൾ പറഞ്ഞു. ഇവിടെയാണ് ശിവ ഇത്രയും കാലം ജയിലായിരുന്നു എന്നും ഇന്നാണ് പുറത്തിറങ്ങിയതെന്നും നമുക്ക് മനസ്സിലാവുന്നത്. ശിവ എന്തിനാണ് ജയിലിൽ പോയതെന്ന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സീൻ കട്ട് ചെയ്യുമ്പോൾ ശിവയും ഭാർഗവിയും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു. ശിവ എപ്പോഴാണ് തന്നോട് പ്രണയം പറയുന്നതെന്ന് ഭാർഗവി കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം ശിവയുടെ സഹപാഠിയായ കേശവറെഡ്ഡി താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ശിവയെയും മറ്റു ചിലരെയും ക്ലാസ്സിൽ തങ്ങളുടെ അടുത്തിരിക്കാൻ സമ്മതിക്കാതെ പിന്നിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഈ വിവരം RSF നേതാവും അവരുടെ സീനിയറുമായ ക്രാന്തി അറിഞ്ഞ് ശിവയ്ക്കും മറ്റുള്ളവർക്കും പിന്തുണയുമായി എത്തി. കോളേജിൽ ഇത്തരം ജാതി വിവേചനം പാടില്ലെന്ന് പറഞ്ഞ് ക്രാന്തിയും സുഹൃത്തുക്കളും ശിവയും ഭാർഗവിയും ചേർന്ന് ധർണ നടത്തി. ഈ വിഷയം വലുതായി രാജറെഡ്ഡിയുടെ ചെവിയിലും എത്തി. ഇത് തന്നെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇതിനെല്ലാം കാരണക്കാരനായ ക്രാന്തിയെ ഒരു കേസിൽ കുടുക്കി ജയിലടയ്ക്കാൻ പദ്ധതിയിട്ടു. ക്രാന്തിയുടെ മുറിയിൽ മയക്കുമരുന്ന് വെച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ ശിവയും ഭാർഗവിയും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് ക്രാന്തിയെ മോചിപ്പിക്കാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. അപ്പോൾ പോലീസ് ക്രാന്തിയെ സ്റ്റേഷന്റെ പിന്നിലൂടെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്നും അങ്ങോട്ട് പോകാനും പറഞ്ഞു. അവരെല്ലാം അങ്ങോട്ട് പോയെങ്കിലും അവിടെ ക്രാന്തി ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ക്രാന്തിയുടെ മൃതദേഹം മോർച്ചറിയിലുണ്ടെന്ന് അറിഞ്ഞ് ശിവയും സുഹൃത്തുക്കളും ഞെട്ടി. പോലീസാണ് ക്രാന്തിയെ കൊന്നതെന്ന് അവർ ആരോപിച്ചു. എന്നാൽ രാത്രി മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്രാന്തി പോലീസുകാരന്റെ തോക്ക് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അതുകൊണ്ടാണ് വെടിവെച്ചതെന്നും പോലീസ് പറഞ്ഞു. ക്രാന്തിയുടെ മൃതദേഹം കണ്ട് അവന്റെ കാമുകി ദേവി തകർന്നുപോയി. എല്ലാവരും ചേർന്ന് ക്രാന്തിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. സീൻ കട്ട് ചെയ്യുമ്പോൾ കോളേജിലെ താഴ്ന്ന ജാതിക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളെ എതിർത്തിരുന്ന ക്രാന്തി മരിച്ചതോടെ കേശവറെഡ്ഡിയുടെയും സുഹൃത്തുക്കളുടെയും അഴിഞ്ഞാട്ടം വർദ്ധിച്ചു. ക്രാന്തിയെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ദേവിയുടെ അടുത്തേക്ക് വന്ന കേശവറെഡ്ഡിയും സുഹൃത്തുക്കളും, ആ ക്രാന്തി മരിച്ചതിൽ വിഷമമുണ്ടോ? വിഷമിക്കേണ്ട, അവനേക്കാൾ നന്നായി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. ആ വഴി വന്ന ശിവ ഇത് കണ്ട് ദേഷ്യത്തിൽ കേശവറെഡ്ഡിയെയും സുഹൃത്തുക്കളെയും കോളേജ് മുഴുവൻ ഓടിച്ചിട്ട് തല്ലി. ഇനി ക്രാന്തി ഇല്ലെന്ന് പറഞ്ഞ് ആരും പേടിക്കേണ്ട, അവന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവുമെന്ന് എല്ലാവർക്കും ധൈര്യം നൽകി. ഇതെല്ലാം കണ്ട ഭാർഗവിക്ക് ശിവയോടുള്ള ഇഷ്ടം കൂടി. ശിവ തന്റെ ഇഷ്ടം തുറന്നു പറയില്ലെന്ന് മനസ്സിലാക്കി അവൾ തന്നെ ശിവയുടെ അടുത്തേക്ക് ചെന്ന് ചുംബിച്ച്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ശിവയും സന്തോഷിച്ചു. ഇരുവരും കൂടുതൽ അടുത്തു. ഇതിനിടയിൽ കോളേജിലെ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞ പ്രിൻസിപ്പൽ രാജറെഡ്ഡിയെ വിളിച്ച്, നിങ്ങൾ പറഞ്ഞതുപോലെ ആർക്കും സംശയം തോന്നാതെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് തടസ്സമായിരുന്ന ക്രാന്തിയെ കൊന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ സ്ഥാനത്ത് ശിവ എന്നൊരു പയ്യൻ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് അറിയിച്ചു.
എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ആര് തടസ്സം നിന്നാലും അവർ ജീവിച്ചിരിക്കരുത്, അവനെയും തക്കം നോക്കി പോലീസിനെ കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞു. മറുവശത്ത് ശിവയും ഭാർഗവിയും ദിവസവും കോളേജിൽ കണ്ടുമുട്ടുമായിരുന്നു. ഒരു ദിവസം രാജറെഡ്ഡി കുടുംബത്തോടൊപ്പം അടുത്ത ഗ്രാമത്തിലെ ഒരു ചടങ്ങിന് പോയപ്പോൾ ഭാർഗവി വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ ശിവയെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ശിവ അവിടെ എത്തി ഇരുവരും സംസാരിച്ചതിന് ശേഷം ശാരീരികമായി ബന്ധപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തിയ രാജറെഡ്ഡി തന്റെ ഭാര്യയുടെ സഹോദരനോട് ഇന്നത്തോടെ ആ ശിവയുടെ ശല്യം തീരും, അവന്റെ വീടിന് തീയിട്ടു, അവനും അവന്റെ അമ്മയും അതിൽ വെന്തു മരിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട ശിവ ഞെട്ടി അവരുടെ മുന്നിലൂടെ ഓടിപ്പോയി. ശിവയെയും ഭാർഗവിയും ഒരുമിച്ച് കണ്ട രാജറെഡ്ഡി തന്റെ മകൾ ഒരു താഴ്ന്ന ജാതിക്കാരനുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ് ദേഷ്യത്തിൽ പറച്ചു. ശിവ വീട്ടിലെത്തിയപ്പോഴേക്കും വീടും അമ്മയും പൂർണ്ണമായും കത്തി കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് ശിവ തകർന്നുപോയി. രാജറെഡ്ഡി ശിവ തന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയെന്ന് പരാതി നൽകിയിരുന്നതിനാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ നക്സലേറ്റ് നേതാവായ ചന്ദ്രശേഖർ ശിവയെ രക്ഷിക്കാൻ വന്നു. ഈ ചന്ദ്രശേഖർ മറ്റാരുമല്ല, ക്രാന്തിയുടെ അച്ഛനായിരുന്നു. എന്നാൽ പോലീസ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ വെടിവെച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മറുവശത്ത് ഭാർഗവിയുടെയും ശിവയുടെയും പ്രണയം അറിഞ്ഞ രാജറെഡ്ഡി അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്ന് കരുതി അടുത്ത ജില്ലയിലെ പ്രശസ്തനായ ശിവറെഡ്ഡിയുടെ മകൻ വീരയ്ക്ക് ഭാർഗവി വിവാഹം ചെയ്തു കൊടുത്തു. വീര ഒരു രാക്ഷസനാണെന്ന് അറിഞ്ഞിട്ടും തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഭാർഗവിയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ ജയിൽവാസം അനുഭവിച്ച ശിവ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. സീൻ അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം വീര തന്റെ ആളുകളുമായി ജീപ്പിൽ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ചിലർ അവരുടെ ജീപ്പിന് നേരെ ബോംബെറിഞ്ഞു. അവർ വീരയെയും ആളുകളെയും ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ വീര കഷ്ടിച്ച് രക്ഷപ്പെട്ട് തന്നെ ആക്രമിക്കാൻ വന്ന എല്ലാവരെയും കൊന്നു. ഈ ആക്രമണത്തിൽ വീരയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. പരുക്കുകളോടെ വീട്ടിലെത്തിയ വീര ആരാണ് തന്നെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചതെന്ന് ആലോചിച്ച് ദേഷ്യപ്പെട്ടു. പരിക്കേറ്റ വീരയെ കണ്ട ഭാർഗവി മരുന്ന് പുരട്ടാൻ ശ്രമിച്ചപ്പോൾ വീര അവളെ ചീത്ത പറഞ്ഞ് അകത്തേക്ക് പോകാൻ പറഞ്ഞു. ഭാർഗവി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. ഇത് കണ്ട രാജറെഡ്ഡിയും ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ തന്റെ ആളുകളോട് പറഞ്ഞു. വീരയോട് കുറച്ചു ദിവസം ശ്രദ്ധിക്കാനും ഉപദേശിച്ചു. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. അകത്തേക്ക് പോയ ഭാർഗവി വീരയുടെ വലം കൈയായ രുദ്രയെ വിളിച്ച് കരണത്തടിച്ചു. ഈ വീര കാരണം എന്റെ ജീവിതം നശിച്ചു. 7 വർഷമായി അവൻ എന്നെ പീഡിപ്പിക്കുന്നത് നിനക്കും അറിയാലോ. അതുകൊണ്ടല്ലേ ഞാൻ അവനെ കൊല്ലാൻ ഒരു നല്ല പ്ലാനും പറഞ്ഞ് നിന്നെ അയച്ചത്. നിനക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസരം നമുക്കിനി കിട്ടുമോ? അടുത്ത തവണ നീ അവനെ കൊന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊല്ലുമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. വീരയുടെ പീഡനം സഹിക്കാനാവാതെ ഭാർഗവി അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിനായി വീരയുടെ വലം കൈയായ രുദ്രയ്ക്ക് പണം വാഗ്ദാനം ചെയ്ത് അവനെ കൊണ്ട് വീരയെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നു. മറുവശത്ത് രാജറെഡ്ഡിയുടെ മകൻ വിവേക് അച്ഛന് ശേഷം രാഷ്ട്രീയത്തിൽ തനിക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. അച്ഛനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം തനിക്ക് MLA ആകാൻ എല്ലാ കുറുക്കുവഴികളും സ്വീകരിച്ചു. MLA-മാരുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അച്ഛന്റെ പാത പിന്തുടർന്നു. അങ്ങനെ ഒരു MLA-യെ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. അതേ ദിവസം രാത്രി വീട്ടിൽ പണിയെടുക്കുകയായിരുന്ന ഭാർഗവിയോട് വീട്ടിലേക്ക് വന്ന വീര ചോദിച്ചു, നിന്റെ മുൻ കാമുകൻ ശിവ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലോ, അവനെ കണ്ട് എന്ത് സംസാരിച്ചു എന്ന് നിർബന്ധിച്ചു. ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചു, അല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല എന്ന് ഭാർഗവി പറഞ്ഞു. എന്നാൽ വീര അതൊന്നും വിശ്വസിക്കാതെ, എനിക്കറിയാം, കല്യാണത്തിന് മുൻപ് നീ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രസിച്ചിരുന്നില്ലേ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് എനിക്കെല്ലാം അറിയാം, ഇപ്പോഴും നിങ്ങൾ കാണാറുണ്ടല്ലോ, സത്യം പറയടി എന്ന് പറഞ്ഞ് ഭാർഗവിയെ തല്ലി. ദേഷ്യം വന്ന ഭാർഗവി, നിങ്ങൾ യഥാർത്ഥ പുരുഷനാണെങ്കിൽ ശിവയോട് പോയി മത്സരിച്ച് ജയിക്ക്, അവന്റെ മുന്നിൽ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവൻ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞു. ഇത് കേട്ട് വീര, നാളെ അവന്റെ പ്രതാപം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പിറ്റേന്ന് ശിവയെ കണ്ട് ഭാർഗവിയെ കുറിച്ച് മോശമായി സംസാരിച്ചു. ദേഷ്യം വന്ന ശിവ വീരയെ തല്ലി. ഇരുവരും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി. പോലീസ് വന്ന് അവരെ പിരിച്ചുവിട്ടു. സീൻ കട്ട് ചെയ്താൽ അന്ന് രാത്രി ഗ്രാമത്തിൽ അങ്കാളമ്മ ഉത്സവം നടക്കുന്നു. രാവിലെ നടന്ന സംഭവം ഓർത്ത് ശിവയോട് ദേഷ്യത്തിലായിരുന്നു വീര. ഭാർഗവിയും ശിവയും ഉത്സവത്തിന് പോയതറിഞ്ഞ വീര മദ്യപിച്ച് അവിടേക്ക് വന്നു. എന്നാൽ ഭാർഗവിയുടെയും ശിവയുടെയും പ്ലാൻ അനുസരിച്ച് ഗ്രാമത്തിലെ സ്ത്രീകൾ എല്ലാവരും ദേവിയുടെ വേഷം ധരിച്ച് വീര അവരോട് ചെയ്ത ക്രൂരതകൾ ഓർത്തുകൊണ്ട് അവനെ ക്രൂരമായി കുത്തിക്കൊന്നു. ആരാണ് വീരയെ കൊന്നതെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ആ കൊലപാതകം. ഈ വിവരം അറിഞ്ഞ വീരയുടെ അച്ഛൻ രാജറെഡ്ഡിയുടെ അടുത്തേക്ക് വന്ന്, ആരോ പ്ലാൻ ചെയ്ത് എന്റെ മകനെ കൊന്നു, അവനെ കൊന്നവന്റെ തല എനിക്ക് വേണം, വേഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അയാൾ പോയതിനു ശേഷം രാജറെഡ്ഡിയുടെ മകൻ വിവേക്, അച്ഛൻ വിഷമിക്കേണ്ട, ഇന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമായി, വീരയെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, മുഖ്യമന്ത്രിയും ഞാനാകും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയ രാജറെഡ്ഡി, എന്റെ രാഷ്ട്രീയ പിൻഗാമി നീയല്ലേ, ആദ്യം എന്നെ ഒന്ന് മുഖ്യമന്ത്രിയാകാൻ അനുവദിക്ക്, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അതിന് വിവേക്, നിങ്ങൾക്ക് പ്രായമായി, മകനായ ഞാൻ മുഖ്യമന്ത്രിയാകുന്നത് നിങ്ങൾക്ക് സന്തോഷമല്ലേ, ഇതെന്റെ തീരുമാനമാണ്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞാനാണെന്ന് പറഞ്ഞപ്പോൾ മകൻ തനിക്കെതിരെ സംസാരിച്ചത് കേട്ട് രാജറെഡ്ഡിക്ക് പക്ഷാഘാതം വന്നു. അവിടെ ഉണ്ടായിരുന്ന ഭാർഗവി ഇതെല്ലാം കണ്ട അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ മകനോട് എത്ര സ്നേഹം കാണിച്ചു, കണ്ടില്ലേ അവൻ നിങ്ങൾക്ക് തന്ന സമ്മാനം, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് എന്നെ ജനിച്ച ഉടനെ കൊല്ലാൻ നോക്കി, എന്നാൽ ഇന്ന് ഈ മകളാണ് നിങ്ങളെ നോക്കുന്നത്, ഇനിയെങ്കിലും സ്ത്രീകളെ വില കുറച്ച് കാണരുത്, ഇനി മുതൽ നിങ്ങളോടൊപ്പം ഈ സംസ്ഥാനത്തെയും ഞാൻ നന്നായി ഭരിക്കും എന്ന് പറഞ്ഞു. ശേഷം ഭർത്താവായ വീരയുടെ സ്ഥാനത്ത് രാജകൊണ്ടയിൽ നിന്ന് താൻ മത്സരിക്കുമെന്ന് ഭാർഗവി അറിയിച്ചു. ഇത് കേട്ട് വിവേക് മത്സരിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഭാർഗവി, എന്റെ ഭർതൃകുടുംബം പണ്ടേ രാഷ്ട്രീയത്തിലുണ്ട്, അതുകൊണ്ട് അവരുടെ പേരിൽ ഞാൻ മത്സരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു.
അടുത്ത സീനിൽ ഭാർഗവി അമ്മായിയപ്പനോട് ഇതേ കാര്യം പറഞ്ഞ് പാർട്ടി ഓഫീസിൽ ചെന്ന് അധ്യക്ഷനോടും തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നും താൻ അതിന് യോഗ്യയാണെന്നും അറിയിച്ചു. MLA-മാരുടെ പിന്തുണ ആർക്കാണോ കൂടുതൽ അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് അധ്യക്ഷൻ പറഞ്ഞു. ഒരു വീട്ടിൽ നിന്ന് 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ഭാർഗവിക്കും വിവേകിനും ഇടയിൽ ആർക്കാണോ കൂടുതൽ പിന്തുണ അവരായിരിക്കും സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വിവേക് MLA-മാർക്ക് വലിയ തുക നൽകി പിന്തുണ ഉറപ്പിച്ചു. എന്നാൽ ഈ വിവരം ഭാർഗവി അറിഞ്ഞു. വിവേകിന്റെ ആളുകൾക്കിടയിൽ ഭാർഗവി ഒരു ചാരനെ നിയമിച്ചിരുന്നു. വിവേക് പണം നൽകിയ MLA-മാരുടെ ലിസ്റ്റ് എടുത്ത് ഭാർഗവി രുദ്രനെയും ആളുകളെയും കൂട്ടി അവരുടെ വീടുകളിൽ ചെന്ന് വിവേകിന്റെ പണം വാങ്ങിയാലും പിന്തുണ തനിക്ക് നൽകണമെന്നും അല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ MLA-മാർ ഭാർഗവിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് തനിക്ക് പിന്തുണ നൽകിയ രുദ്രനെയും ഭാർഗവി കൊല്ലിച്ചു. കാരണം വിവേക് രുദ്രയ്ക്ക് പണം നൽകി ഭാർഗവിയെ കൊല്ലാൻ ഏൽപ്പിച്ചിരുന്നു. രുദ്ര തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഭാർഗവി അവനെ ഇല്ലാതാക്കി. ഇതെല്ലാം കാണുമ്പോൾ ഭാർഗവി ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരിയായി മാറിയെന്ന് മനസ്സിലാക്കാം. ഇലക്ഷൻ ദിവസം തനിക്ക് MLA-മാരുടെ പിന്തുണയില്ലെന്നും ഭാർഗവി ജയിക്കുമെന്നും മനസ്സിലാക്കിയ വിവേക് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് ചെന്നു. ഈ വിവരം അറിഞ്ഞ ഭാർഗവി പോലീസിനെ അയച്ച് വിവേകിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലടച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാർഗവി MLA ആയി ജയിച്ചു. MLA-മാരുടെ എല്ലാവരുടെയും പിന്തുണയോടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി. അവസാന സീനിൽ പക്ഷാഘാതം വന്ന് കസേരയിലായ അച്ഛന് ഭാർഗവി ഭക്ഷണം നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾക്ക് ആൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് അവനോട് സ്നേഹം കാണിച്ച് അവനെ പഠിപ്പിച്ചു, എല്ലാത്തിനും കൂട്ടുനിന്നു. എന്നാൽ ഈ അവസ്ഥയിൽ അവൻ നിങ്ങളെ കാണാൻ വന്നില്ല. പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കി. എന്നാൽ ഇന്ന് ഈ മകളാണ് നിങ്ങളെ നോക്കുന്നത്. ഇനിയെങ്കിലും സ്ത്രീകളെ വില കുറച്ച് കാണരുത്. ഇനി മുതൽ നിങ്ങളോടൊപ്പം ഈ സംസ്ഥാനത്തെയും ഞാൻ നന്നായി ഭരിക്കും എന്ന് പറഞ്ഞു. ഭാർഗവിയോടൊപ്പം തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് മത്സരിച്ച് തോറ്റെങ്കിലും ശിവയും സന്തോഷിച്ചു. അതോടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.